നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL പകുതിയും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചോദ്യം. RCB ആണോ PBKs ആണോ ഏറ്റവും മികച്ച ടീം? മിക്കവരും ഉത്തരം പറയുക നിലവിൽ PBKs ആണ് എന്ന് തന്നെയായിരിക്കും. കളിച്ച കളികളൊക്കെ ജയിച്ച ഏക ടീം അവരാണ്. RCB 2 കളി തോറ്റിട്ടുണ്ട്. എന്നാൽ PBKs 7 കളി 13 പോയിൻ്റാണ്. 6 ജയിച്ചു, 1 മഴ പെയ്തൊലിച്ചു പോയി. RCB 8 കളി 6 ജയിച്ചു, 2 തോറ്റു, 12 പോയിൻ്റ്. ഒറ്റ പോയിൻ്റ് വ്യത്യാസമാണ് ഈ 2 ടീമുകളുള്ളൂ. PBKs ഒരു കളി കുറച്ചാണ് കളിച്ചത്. അതിന്ന് അവർ കളിക്കും. നിലവിലെ നെറ്റ് റൺ റേറ്റ് നോക്കുക. RCB അതിഗംഭീരമായിട്ട് ആധിപത്യം പുലർത്തി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്നലത്തെ കളിയാണ്. എന്താ ഇപ്പം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവരുടെ ക്യാപ്റ്റൻ DCയുടെ ക്യാപ്റ്റൻ ഇന്നലെ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ അതിലുണ്ട് കാര്യം. +1.919 നെറ്റ് റൺ റേറ്റാണ് RCBക്ക്. PBKs ഒട്ടും മോശമല്ല. +1.333 നെറ്റ് റൺ റേറ്റാണ് അവർക്ക്. ഞാൻ പറയുക കട്ടയുള്ള 2 ടീമുകളാണിത് എന്നാണ്. എന്തും സംഭവിക്കാം. നമ്മൾ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ എപ്പിസോഡ്, പവർ റാങ്കിങ്ങിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ PBKസിനാണ് 1-ാം സ്ഥാനം കൊടുത്തത്. അന്ന് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ടീമിനോളം പെർഫെക്റ്റായ ഒരു ടീം ഈ IPL വേറെ ഇല്ലയെന്ന്. അന്ന് നമ്മൾ 2-ാം സ്ഥാനം കൊടുത്തത് MIക്ക് ആണ്. ആ MI ടീം മോശമാണെന്ന് ആരും പറയില്ല, പക്ഷേ സംഗതി ക്ലിക്കാവുന്നില്ല. അന്ന് നമ്മൾ 4-ാം സ്ഥാനത്താണ് RCBയെ പ്രതിഷ്ഠിച്ചത്. പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ കപ്പെടുത്ത ആ ടീമിൻ്റെ കോർ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി കപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള ടീം തന്നെയാണിത് എന്ന്. ഇപ്പോൾ അത് തെളിയുകയാണ്. ഇത്ര മനോഹരമായിട്ട് RCB അവരുടെ ടൈറ്റിൽ ഡിഫെൻഡിങ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നേ വരെ കിട്ടാത്ത കിരീടത്തിലേക്ക് പോകാൻ വേണ്ടി PBKs കുതിപ്പ് തുടരുമ്പോൾ ഈ ചോദ്യം പ്രസക്തമല്ലേ? ആരാണ് ഏറ്റവും മികച്ച ടീം? അത് PBKസോ RCBയോ? നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഈ ടീമുകളെ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ RCBയുടെ ഓപ്പണർമാർ ഒന്ന് കിങ് കോഹ്ലിയാണ്, മറ്റൊന്ന് ഫിൽ സാൾട്ടാണ്. 2 പവർഫുൾ ഓപ്പണർമാർ തന്നെയാണ്. ഇപ്പോൾ ഫിൽ സാൾട്ടിന് പരിക്ക് പറ്റിയതുകൊണ്ട് പകരം വന്ന ജേക്കബ് ബത്തലാണ്. ഇന്നലെ കിടിലൻ സിക്സറുകളൊക്കെ ഉണ്ടായിരുന്നു. 2 സിക്സർ അടിച്ചുള്ളൂ. അതിലൊന്ന് വലിയ ഒരു സിക്സറായിരുന്നു. പക്ഷെ ബത്തൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തി, സമ്മതിക്കുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഹൈപ്പിനുള്ള പ്രകടനം ഇപ്പം നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ബത്തൽ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ഫിൽ സാൾട്ട് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി കൂട്ടുകെട്ട് ടീമിന് നൽകുന്ന തുടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കോഹ്ലിയുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പവർ പ്ലേ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യുന്നതാണ്. കോഹ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ആ രൂപത്തിലേക്ക് കളിയെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കളി പുരോഗമിക്കുമ്പോൾ മിഡിൽ ഓവറുകളിൽ അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അവസാനം ഫിനിഷ് ചെയ്യുന്നവരെ നിൽക്കുകയും ചെയ്യുക എന്നുള്ള കോഹ്ലിയുടെ രീതി അദ്ദേഹം അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം മറുഭാഗത്തുള്ള ഓപ്പണർമാരോ, അത് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് കഴിഞ്ഞ കളി മാത്രം എടുത്താൽ മതി. കഴിഞ്ഞ കളി DC അടിച്ചത് 264 റൺസാണ്. അത് തിരിച്ചടിക്കണം PBKs എങ്കിൽ 10 ഓവറിലൊരു 150 കടക്കണം, വേണമല്ലോ. അതിന് അവർക്ക് അതിനൊത്ത തുടക്കം ഇട്ടുകൊടുത്ത പ്രിയാൻ ഷാരിയ, പ്രഭ്സിമ്രാൻ സിംഗ് കൂട്ടുകെട്ട് 7-ാമത്തെ ഓവറിൽ ആ കൂട്ടുകെട്ട് മടങ്ങുമ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ 126 റൺസ് വന്നിരുന്നു. PBKസിൻ്റെ ഒരു ധൈര്യം അതാണ്. ഏത് ഇമ്പോസിബിൾ എന്ന് തോന്നിയ ലക്ഷ്യത്തിലേക്കും അവർക്ക് മികച്ച തുടക്കം ഇട്ടുകൊടുക്കാൻ കെൽപ്പുള്ള 2 ഓപ്പണർമാർ. ചില കളികളിൽ പ്രിയാൻ ഷാരിയ പെട്ടെന്ന് മടങ്ങും, പ്രഭ്സിമ്രാൻ പൊളിച്ചെടുക്കും. ചിലപ്പോൾ പ്രഭ്സിമ്രാൻ പെട്ടെന്ന് മടങ്ങും, പ്രിയാൻ ഷാരിയ പൊളിച്ചെടുക്കും. ഈ കളി 2 പേരും ഒരുമിച്ച് അങ്ങ് മിന്നി. സോ ഈ 2 ടീമുകളെയും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയും കൂടുതൽ ഡിസ്ട്രക്റ്റീവായ, ഭയക്കേണ്ട ഓപ്പണിംഗ് കൂട്ടുകെട്ടുള്ളത് പഞ്ചാബ് കിങ്സിനാണ്. പിന്നാലെ വരുന്നവരിൽ കൂപ്പർ കനോലി അത്ര കൺസിസ്റ്റൻ്റ് അല്ല. നല്ല ഇന്നിങ്സുകൾ വന്നിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ പലപ്പോഴും അതേ കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് തുടരാൻ പറ്റുന്നില്ല. അതേസമയം ശ്രേയസ് അയ്യർ
അയ്യർ കിടിലൻ കളിയാണ്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ കരുൺ നായർ 2 ക്യാച്ച് വിട്ടത് കൊണ്ടാണ് ടീം ജയത്തിലേക്ക് പോയതെന്നൊക്കെ ശരിയാണ്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ധൈര്യശാലികൾക്കൊപ്പമാണ് ഭാഗ്യം നിൽക്കുക എന്നുള്ളത്. ശ്രേയസിൻ്റെ ധൈര്യം, അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ദൃഢനിശ്ചയം ഒക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം RCBയുടെ മിഡിൽ ഓർഡറിലേക്ക് വന്നാൽ ഈ സീസണിൽ ദേവദത്ത് പടിക്കൽ 2.0 ആണ്. അത് പുതിയ വേർഷൻ പടിക്കലാണ്. ശരി, 1-2 കളിയിൽ അദ്ദേഹം മങ്ങി. പക്ഷെ ബാക്കി കളികളിലൊക്കെ പൊളിച്ചെടുക്കുകയാണ്. എതിരാളികളെ നീലാൻ തൊടാൻ അനുവദിക്കാതെ അടിച്ചു പറത്തുകയാണ്. പിന്നെ പട്ടിദാറിൻ്റെ മികവ് നമുക്കറിയാവുന്നതാണ്. സ്പിന്നേഴ്സിനെ അടിക്കാൻ പട്ടിദാറിന് പ്രത്യേക മികവുണ്ട്. അദ്ദേഹം പറഞ്ഞ സ്പിന്നേഴ്സിനെ മാത്രമല്ല പേസേഴ്സിനെയും ഞാൻ നന്നായിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ മിഡിൽ ഓർഡറിൽ ശ്രേയസിൻ്റെ സാന്നിധ്യം മറുഭാഗത്തുണ്ട് എന്നുള്ളത് മറക്കാതെ തന്നെ പറയട്ടെ. ഒന്നുകൂടി കരുത്ത് RCBക്കല്ലേ എന്നതാണ് ചോദ്യം. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് ജിതേഷ് ശർമ്മയുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. ജിതേഷിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജിതേഷിനെ ആരും എഴുതി തള്ളുന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഫോം വെച്ച് അദ്ദേഹം മങ്ങിയിട്ടുള്ളത് ശരിയാണ്. അതേസമയം ടീം ഡേവിഡിനെ പോലൊരു ബാറ്റർ ഫിനിഷറായിട്ട് ഇറങ്ങുമ്പോൾ എതിരാളികൾ ശരിക്കും ഭയക്കും. RCBയുടെ കരുത്തും അവിടെ തന്നെയാണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് ഞാൻ പറയും. അതേസമയം PBKസിൻ്റെ കാര്യത്തിൽ നഹാൽ വധേര, അതുപോലെ ശശാങ്ക് സിംഗ്, ഇങ്ങനെയുള്ളവരാണ് ആ ഒരു റോളിലൊക്കെ കളിക്കേണ്ടവർ. പിന്നെ മാർക്കസ് സ്റ്റോയിനിസും മാർക്കോ യെൻസനും. ഇത് അവർക്കൊരു ബോണസാണ്. ഈ 2 ഓൾറൗണ്ടർമാർ, 2 വിദേശ ഓൾറൗണ്ടർമാർ, 2 പേരും കിടിലനാണ്. പ്രൂവൻ പ്ലെയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പക്ഷേ കുറച്ചുകൂടി, ഈ ഓൾറൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചുകൂടി ശക്തി അവർക്കാണ് എന്നുള്ളത് സമ്മതിക്കാതെ തരമില്ല PBKസിനാണെന്നുള്ളത്. എന്നാൽ കൃണാൽ പാണ്ഡ്യയെ പോലുള്ള ഒരാൾ, അത് RCBക്ക് ഇപ്പോൾ മുതൽക്കൂട്ടാണ്. മുമ്പ് തൻ്റെ സഹോദരൻ ഹാർദിക് പാണ്ഡ്യയുടെ നിഴലായി ഒക്കെ പരിഗണിച്ചിരുന്ന ഒരാൾ അതിന് പുറത്തേക്ക് കടന്ന് തൻ്റെ കളിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അതിനെ മറികടക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ ക്ലവറായിട്ട് സ്മാർട്ടായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾ, അതാണ് ഞാൻ കൃണാൽ പാണ്ഡ്യയിൽ കാണുന്നത്. തീർച്ചയായിട്ടും RCBക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഒരാളെ നമുക്ക് എടുത്തു പറയാൻ ഇപ്പോൾ മറുഭാഗത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ബൗളിങ്ങിൽ സേവ്യർ ബാട്ട്ലറ്റ്, വിജയകുമാർ വൈശാഖ്, ഹർഷ്ദീപ് സിംഗ്, യശ്വേന്ദ്ര ചാഹൽ, ഇതൊക്കെയാണ് PBKസിൻ്റെ ഭാഗത്തുള്ള ബൗളിങ്. അതേസമയം അവിടെ ഒന്നുകൂടി ശക്തമല്ലേ RCB എന്ന് ഞാൻ ചോദിക്കും. കാരണം RCBയെ സംബന്ധിച്ചിടത്തോളം അതിനൊത്ത തരത്തിലുള്ള ബോളർമാർ അവർക്കുണ്ട്. ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും, 2 എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സ്. മിന്നും ഫോമിൽ കളിക്കുന്ന ജോഷ് ഹേസൽവുഡ്, ഇത് എതിരാളികളെ ഭയപ്പെടുന്ന ഒന്നാണ്. അതുപോലെ ഇപ്പോൾ IPL 29 തവണ ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഭുവനേശ്വർ കുമാർ. തുടക്കത്തിൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള തുടക്കം കിട്ടാൻ അത് RCBയെ സഹായിക്കുന്നുണ്ട്. പിന്നെ റഷീഖ് സലാം ഇപ്പോൾ അവസരത്തിനൊത്ത് ഉയരുന്നുണ്ട്. പിന്നെ കൃണാൽ പാണ്ഡ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു. സുയാഷ് ശർമ്മ ആണ് പിന്നെ അവർക്ക് സ്പിൻ ബൗളിങ്ങിൽ പ്രധാനമായിട്ടും ആശ്രയിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട് ലൈൻ ബൗളേഴ്സിൻ്റെ കാര്യത്തിൽ RCBക്ക് തന്നെയാണ് ശക്തി. പക്ഷേ യശ്വേന്ദ്ര ചാഹലിനെ പോലുള്ള സ്പിന്നേഴ്സ് കൂടെ ഉള്ളതുകൊണ്ട്, ഒരു സ്പിന്നർ കൂടെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്ത് PBKസിൻ്റെ ശക്തിയും നമുക്ക് ചുരുക്കി കാണാൻ പറ്റൂല. പിന്നെ അവരുടെ ഓൾറൗണ്ടർമാരുടെ കാര്യവും നമ്മൾ പറഞ്ഞു. ചുരുക്കത്തിൽ എങ്ങനെ നമ്മൾ വെയ് ചെയ്ത് നോക്കിയാലും ഏത് ടീമാണ് കൂടുതൽ മികച്ചതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒറ്റ കളിയിലെ റിസൾട്ടോ 2 കളിയിലെ റിസൾട്ടോ മാത്രം വെച്ചിട്ട് ആ ടീം മോശം, ഈ ടീമിന് കൂടുതൽ പോയിൻ്റ് ഉണ്ടല്ലോ എന്ന് പറയാൻ കഴിയൂല. അപ്പോൾ ഞാൻ പറയുക, ഈ 2 ടീമും ഒന്നിനൊന്നും മെച്ചമാണ്. പക്ഷേ ഒരല്പം എഡ്ജ് ഞാൻ കൊടുക്കും PBKസിന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.